നമസ്കാരം, ഋഷി പ്രൊക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കുംഭമേളയെ കുറിച്ചാണ് പറയുന്നത്. കുംഭമേളയെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്കൊന്ന് പറഞ്ഞു പോകാം. കുംഭമേളയുടെ പ്രാധാന്യം, ജ്യോതിഷപരമായിട്ടുള്ള അതിന്റെ ശാസ്ത്രീയ തത്വങ്ങൾ തുടങ്ങി അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കുംഭമേളയിലേക്ക് കടക്കാം. 2025 ജനുവരി 13 ആരംഭിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള എന്താണ് എന്നുള്ളത് പലർക്കും ശരിയായി അവബോധമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ കുംഭമേളയെ കുറിച്ച് പറയാനുണ്ട്. ജ്യോതിഷപരമായിട്ടുള്ള അടിസ്ഥാന ശാസ്ത്രീയ തത്വങ്ങൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുംഭമേളയെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് ജ്യോതിഷപരമായിട്ടുള്ള തത്വങ്ങളിലേക്ക് കടക്കാം. 2025 ജനുവരി 13 കുംഭമേള ആരംഭിച്ചു കഴിഞ്ഞു. അത് ഫെബ്രുവരി 26 വരെ തുടരുന്നതാണ്. 45 ദിവസം നീളുന്ന ഈ കുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നടക്കുന്നത്. 144 വർഷം കൂടുമ്പോഴാണ് ഈ കുംഭമേള സംഭവിക്കുന്നത്. അതിന് മഹാകുംഭമേള എന്ന് പറയുന്നു. ഈ കുംഭമേളയിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് സന്യാസി വര്യന്മാർ, വിനോദസഞ്ചാരികൾ തുടങ്ങിയവർ എത്തുന്നുണ്ട്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായിട്ടുള്ള പ്രയാഗ്രാജിൽ പുണ്യ തീർത്ഥസ്നാനം ചെയ്ത് ഇവരെല്ലാം ആത്മീയ നിർവൃതി നേടുന്നു. മഹാകുംഭമേളയുടെ ഭാഗമായിട്ട് ഭൂമിയും സൂര്യനും ചന്ദ്രനും വ്യാഴവും എല്ലാം ഒരേ ദിശയിൽ ക്രമമായി നേർരേഖയിൽ വരുന്നത് അത്യപൂർവ സംഭവമാണ്. ഈ ദിവസങ്ങളിൽ ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ മോക്ഷപ്രാപ്തി ലഭിക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ ജനിച്ചവരും ഭാരതീയ സംസ്കൃതികളിൽ താല്പര്യമുള്ളവരും ഈ അപൂർവ ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അമൃത് സ്നാൻ എന്നാണ് ഈ സ്നാനത്തിന്, അതായത് ഈ പുണ്യനദിയിലെ ത്രിവേണി സംഗമത്തിലുള്ള കുളിക്ക് പറയുന്നത്. ഈ പുണ്യനദികളുടെ സംഗമ സ്ഥാനത്ത് കുളിക്കുമ്പോൾ ഈ അമൃത സ്നാനത്തിന് അമൃത തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുകയും അത് നമ്മളുടെ പാപങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ജനുവരി 15 മകരസംക്രാന്തി നാളിലായിരുന്നു ആദ്യത്തെ അമൃത സ്നാനം നടന്നത്. 3 അമൃത സ്നാനമാണ് ആകെയുള്ളത്. രണ്ടാമത്തെ അമൃത സ്നാനമാകട്ടെ നടക്കാൻ പോകുന്നത് ജനുവരി 29 അത് മൗനി അമാവാസി എന്നറിയപ്പെടുന്ന അതിവിശേഷപ്പെട്ട ദിവസത്തിലാണ്. 3ാമത്തെ അമൃത സ്നാനം നടക്കുന്നത് ഫെബ്രുവരി 3 അത് വസന്ത പഞ്ചമി ദിവസമാണ്. അതും വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ 3 ദിവസങ്ങളിലെ ത്രിവേണി സംഗമത്തിലെ മുങ്ങിക്കുളിക്കാണ് അതിപ്രധാനമായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ 45 ദിവസവും ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവരുന്നത് വളരെയേറെ ഗുണപ്രദമാണ്. മനുഷ്യ ശരീരത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. ഈ മഹാകുംഭമേളയിൽ ശരീരം ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവരുമ്പോൾ ആ സമയത്ത് പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടുള്ള ജലം നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കും. മഹാകുംഭമേളയുടെ ഭാഗമായിട്ടുള്ള 45 ദിവസവും മുങ്ങിക്കുളിക്കുമ്പോൾ അത്യപൂർവമായിട്ടുള്ള മുഴുവൻ ഗുണവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. അതിന് സാധിക്കാത്തവർ ഒരു ദിവസമെങ്കിലും ഈ അമൃത സ്നാനത്തിൽ പങ്കെടുക്കുന്നത് വളരെ വിശേഷമാണ്. ശരീരത്തിന്റെ 72% ജലമാണെന്നിരിക്കെ മഹാകുംഭമേള സമയത്തുള്ള അപൂർവ ഗ്രഹസംഗമം മൂലം, അതിന്റെ സവിശേഷ വിന്യാസം മൂലം ആ സമയത്ത് ഈ അമൃത സ്നാനം ചെയ്യുമ്പോൾ ശരീരത്തിന് അത്യപൂർവമായിട്ടുള്ള ശേഷി കൈവരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ സ്നാനം ചെയ്യുന്നത് അമൃത സ്നാനം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനായിട്ട് ഈ അമൃത സ്നാനത്തിന് മാറ്റാൻ സാധിക്കും. നമുക്ക് അതിന്റെ കാര്യകാരണ സവിശേഷതകളിലേക്കാണ് ഇനി പോകേണ്ടത്. യോഗശാസ്ത്രത്തിന്റെ സത്ത എന്നത് തന്നെ ഭൂതശുദ്ധിയാണ്. പഞ്ചഭൂതാത്മകമാണ് ശരീരം. പഞ്ചഭൂതങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയയാണ് ലക്ഷ്യം. ഈ മഹാകുംഭമേളയിൽ നടക്കുന്നതും പഞ്ചഭൂതങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ്. അത് ഓരോ വ്യക്തിയിലും നടക്കുന്നു, പ്രപഞ്ചത്തിലും നടക്കുന്നു, ഈ ലോകമെങ്ങും നടക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലുള്ള ജലം പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുമായി സന്തുലനം ചെയ്ത് ആഴത്തിലുള്ള അന്തപരിവർത്തനം നിങ്ങൾക്ക് സാധ്യതമാക്കുന്നു. മഹാകുംഭമേളയ്ക്ക് കേവലം മനുഷ്യ സംഗമം മാത്രമല്ല നടക്കുന്നത്, ദേവന്മാരും ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഈ സമയത്ത് ജ്യോതിർമണ്ഡലത്തിലെ അത്യപൂർവ ഗ്രഹങ്ങളുടെ സംഗമം കൂടി നടക്കുകയാണ്. നൂറ്റാണ്ടുകളിലായി പണ്ഡിതന്മാർ ആദരിക്കുന്ന ഈ ഗ്രഹസംയോഗത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെയും മഹാകുംഭമേള സമയത്ത് പങ്കെടുക്കുന്നതിലൂടെയും അതിവിശേഷപ്പെട്ട ആന്തരിക ബാഹ്യജ്ഞാനം, ശക്തിയൊക്കെ ആ വ്യക്തികൾക്ക് ലഭിക്കുന്നു.
കുംഭമേളയ്ക്ക് പോകാൻ സാധിക്കുന്നവർ അപ്രകാരം പോയി അതിന്റെ പുണ്യം നേടുക. അതിന് സാധിക്കാത്തവർ എന്ത് ചെയ്യണം എന്നുള്ളതും വീഡിയോയുടെ അവസാനം നമുക്ക് പ്രതിപാദിക്കാം. ഇനി നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ട് കുംഭമേളയ്ക്കുള്ള പ്രാധാന്യത്തെ ഒന്ന് പരിചയപ്പെടാം. വൃഷരാശി ഗതേ ജീവേ മകനെ ചന്ദ്ര ഭാസ്കരവും അമാവാസ്യ തഥാ യോഗ കുംഭാഖ്യ തീർത്ഥനായികെ എന്നാണ്. അതായത് വൃഷഭരാശി, അതായത് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു, മകരം രാശിയിൽ സൂര്യൻ, മകരം രാശിയിൽ തന്നെ ചന്ദ്രൻ. അങ്ങനെ ചന്ദ്രൻ നിൽക്കുമ്പോൾ അമാവാസി തിഥി കൂടി ഒത്തുവരിക. ഇപ്രകാരം നടക്കുന്ന സമയത്താണ് പ്രയാഗ്രാജിൽ ഈ കുംഭമേള നടക്കുന്നത്. ഇത് എല്ലാ കുംഭമേളയ്ക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്രകാരം ഗ്രഹസ്ഥിതി വരുന്ന സമയത്താണ് കുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ആചാര്യന്മാരുടെ അറിവിന്റെ മകുടോദാഹരണമായി നമുക്ക് കണക്കാക്കാം. 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുക എന്നുള്ളത്. ഇവിടെ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രൻ അസുര ഗുരുവാണ്, വ്യാഴമാകട്ടെ ദേവഗുരുവാണ്. ഗുരുക്കന്മാരുടെ ഒരു സംഗമമാണ് അത്. സൂര്യ സൗമ്യ സിതാവരി രവിസുതോ മധ്യ പരത്വന്നത. അതായത് വ്യാഴത്തിന് ബുധനും ശുക്രനും ശത്രുക്കളാണ്. ശനി സമനും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബന്ധുക്കളുമാണ്. അതായത് ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുക എന്നാൽ ശത്രു രാശിയിൽ വ്യാഴം നിൽക്കുക എന്നാണ്. ശത്രു രാശിയിൽ നിൽക്കുമ്പോഴാകട്ടെ വ്യാഴത്തിന് ബലക്കുറവുണ്ടാകുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുക എന്നുള്ളതാണ്. ശത്രു മന്ദസിതോ സമ ശശിസുതോ മിത്രാണി ശേഷ രവേഹേ എന്നാണ്. അതായത് സൂര്യന് ശനിയും ശുക്രനും ശത്രുക്കളാണ്, ചന്ദ്രൻ സമനാണ്, ബാക്കിയുള്ളവർ ബന്ധുഗ്രഹങ്ങളാണ്. സൂര്യൻ നിൽക്കുന്ന മകരൻ രാശിയാകട്ടെ ശനിയുടെ രാശിയാണ്. സൂര്യന് ശനി ശത്രുവാണ്, അതായത് ശത്രുവിന്റെ രാശിയിലാണ് നിൽക്കുന്നത് എന്നർത്ഥം. അതായത് സൂര്യനും ബലക്കുറവുണ്ട് എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ഗ്രഹസ്ഥിതിയാകട്ടെ ചന്ദ്രനാണ്. ചന്ദ്രനും മകരൻ രാശിയിലാണ്. അന്ന് കറുത്തുവാവുമായിരിക്കണം. മകരൻ രാശിയിൽ സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചന്ദ്രന് അമാവാസി തിഥി ഉണ്ടാകുന്നു. ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രന്റെ ബലം നിശ്ചയിക്കുന്നത് പക്ഷബലത്തിലാണ്. പക്ഷബലം ഹിമകരസ്യ വിശിഷ്ടമാഹു എന്നാണ് പ്രമാണം. വെളുത്തവാവിനോട് അടുക്കുമ്പോൾ ബലം വർദ്ധിക്കുകയും കറുത്തവാവിനോട് അടുക്കുമ്പോൾ ചന്ദ്രന്റെ ബലം കുറയുകയും ചെയ്യുന്നു. തിഥികൾക്കനുസരിച്ച് മനുഷ്യന്റെ മാനസികാവസ്ഥയും വ്യത്യാസപ്പെടുന്നത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഉന്മാദത്തിനുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാക്കുമെന്ന് നമുക്കറിയാം. പ്രകൃതിക്കും മൃഗങ്ങൾക്കും മനുഷ്യരുമൊക്കെ ആ സമയത്ത് അവരവരുടെ വാസനകൾക്ക് വ്യത്യാസം വരും. അമാവാസ്യോ ചന്ദ്രദശയോ ക്ഷീണചന്ദ്രോ എന്നാണ് പ്രമാണം. അമാവാസി ചന്ദ്രദശി എന്നീ ദിവസങ്ങളിൽ ക്ഷീണചന്ദ്രനാണ്. ചന്ദ്രൻ ക്ഷീണിച്ചിരിക്കുന്നു, അതായത് ബലക്കുറവുള്ള അവസ്ഥ എന്നർത്ഥം. അമാവാസിയിലെയും കൃഷ്ണവർഷ ചതുർദശി ദിവസത്തിലെയും ചന്ദ്രനാണ് ഏറ്റവും വലിയ ക്ഷീണചന്ദ്രൻ. മൂലം കാലതരോ ഹിമരുചി ശാഖാദയ അന്യഗ്രഹാഹ. ഗ്രഹങ്ങളെല്ലാം ഒരു കാലവൃക്ഷമായിട്ട് സങ്കല്പിക്കുമ്പോൾ ചന്ദ്രൻ അതിന്റെ മൂലമാണ്, അതായത് വേരാണ്. മറ്റ് ഗ്രഹങ്ങളാകട്ടെ ഇതര ശാഖകളുമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ക്ഷീണനായാൽ, അതായത് ബലക്കുറവിലായാൽ മറ്റ് ഗ്രഹങ്ങളുടെയും ഫലദാന ശേഷിയെ അത് ബാധിക്കുമെന്നർത്ഥം. ഒരു വൃക്ഷത്തിന്റെ മൂലം അഥവാ വേരിലാണ് ആ വൃക്ഷത്തിന്റെ ബലം ഇരിക്കുന്നത്. അതേപോലെ തന്നെ കാലവൃക്ഷമാകുന്ന മൂലം ചന്ദ്രന് ബലം കുറയുമ്പോൾ മറ്റ് ശാഖകൾക്കും, അതായത് മറ്റ് ഗ്രഹങ്ങൾക്കും ബലക്കുറവ് അനുഭവപ്പെടും എന്നർത്ഥം. ചന്ദ്രൻ വീര്യം വീരബീജം ഗ്രഹാണാം എന്നാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും ബലത്തിന്റെ അടിസ്ഥാനം ചന്ദ്രൻ തന്നെയാണ്. ആ ചന്ദ്രനാണ് ഈ ദിവസം ഒട്ടും ബലമില്ലാതെ അവസ്ഥയിൽ നിൽക്കുന്നത്. ചന്ദ്രന്റെ ബലക്കുറവ് മൂലം മറ്റ് ഗ്രഹങ്ങൾക്കും ബലക്കുറവ് അനുഭവപ്പെടുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ബലക്കുറവിൽ നിൽക്കുന്ന അത്യപൂർവമായിട്ടുള്ള ഏതാനും ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. സൂര്യാദാത്മ പിതൃപ്രഭാവ വിരുജാം ശക്തിയും ശ്രീയം ചിന്തയേത് എന്നാണ്. അതായത് ആത്മാവിന്റെയും പിതാവിന്റെയും പൈതൃകത്തിന്റെയും ശക്തിയുടെയും ശ്രേയസിന്റെയും കാരഗ്രഹമാണ് സൂര്യൻ. ആ സൂര്യനാണ് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നത്. ചേതോ ബുദ്ധി നൃപപ്രസാദ ജനനി സമ്പത്കര ചന്ദ്രമാഹ എന്നാണ്. അതായത് മനസ്സിന്റെയും അമ്മയുടെയും കാരഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രനാണ് ബലഹീനനായി നിൽക്കുന്നത്. പ്രജ്ഞാവിത്ത ശരീരപുഷ്ടി തനയ ജ്ഞാനാനി വാഗീശ്വരാത് എന്നാണ്. അതായത് ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും സന്താന പരമ്പരകളുടെയും കാരഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴമാണ് ശത്രുക്ഷേത്രഗതനായി ബലക്ഷയം ബാധിച്ചു നിൽക്കുന്നത്. ഈ 3 ഗ്രഹങ്ങളുടെയും കാരകത്വ സ്വഭാവങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാരണം പിടികിട്ടും. 3 ഗ്രഹങ്ങൾക്കും യഥാക്രമം മനസ്സ്, ശരീരം, ബുദ്ധി ഇവയുടെ ആധിപത്യമുണ്ട്, അഥവാ കാരകത്വമുണ്ട് എന്നർത്ഥം. അതേപോലെ ഈ 3 ഗ്രഹങ്ങളുമാണ് മാതാവ്, പിതാവ്, ഗുരു എന്നീ കാരകത്വം വഹിച്ചിരിക്കുന്നത്.
ഇവരൊക്കെ നമ്മളുടെ ശ്രേയസ് അഥവാ അഭിവൃദ്ധി കാക്ഷിക്കുന്നവരാണ്. അതായത് നമ്മളുടെ വഴികാട്ടികളായവരുടെ കാരഗ്രഹങ്ങളാണ്. സൂര്യൻ പൂർവിക പരമ്പരയെയും ചന്ദ്രൻ വർത്തമാന കാലത്തെയും വ്യാഴം വരും കാലത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഈ 3 ഗ്രഹങ്ങളും ഒരേ സമയത്ത് ബലക്ഷയം ബാധിക്കുന്നത് അത്ര നല്ലതല്ല. അക്കാലത്ത് മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ദുരിതാദികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള കാലത്ത് ത്രിവേണി സംഗമത്തിൽ കുംഭമേള നിശ്ചയിക്കപ്പെട്ടത് തന്നെ ആചാര്യന്മാർ നല്ല ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് എന്ന് പറയാം. സൂര്യനും ചന്ദ്രനും വ്യാഴവും യഥാക്രമത്തിൽ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ആചാര്യന്മാരുടെ പദ്ധതികൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ദേവബ്രാഹ്മണ വന്ദനാത്, ഗുരുവച സമ്പാദനാത്, പ്രത്യഹം സാധൂനാം അഭിഭാഷണാത്, ശ്രുതിരവശ്രേയ കഥാകർണനാത്, ഹോമാന്തദ്വര ദർശനാത്, ശുചിമനോഭാവാജ വന്ദാനനോ നോ കുർവന്നി, കഥാചിതേവ പുരുഷശൈവം ഗ്രഹപീഡനം എന്നാണ്. അതായത് കാലക്കേട് നേരിടേണ്ടതിനെയാണ് പറയുന്നത്. അതായത് ദേവന്മാരെയും ബ്രാഹ്മണരെയും വന്ദിക്കുക, ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുക, അനുസരിക്കുക, സന്യാസിവര്യന്മാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക. ശ്രുതിരവോ വേദധ്വനിഹി ശ്രേയകഥാ ഭാരതാദിഹി, അതായത് വേദങ്ങൾ, ഭാരതാദി ഇതിഹാസങ്ങൾ എന്നിവയൊക്കെ കേൾക്കുക. അദ്വരോ യാഗ എന്ന് പറയുന്നുണ്ട്, അതായത് യാഗങ്ങൾ, ഹോമങ്ങൾ എന്നിവ കാണുക. ശുചി മനോഭാവേ നിർദോഷ ചിത്തത്വാത് ജപാത് ഗായത്രിയാദേ ശേഷ ദാനാത് വസ്ത്രാദേഹി, അതായത് മനസ്സ് ശുദ്ധമാക്കി വെക്കുക, ജപം നടത്തുക, ദാനം നടത്തുക, ഇവയൊക്കെയാണ് കാലക്കേടിനുള്ള നിവർത്തികൾ. ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരു സ്ഥലത്ത് തന്നെ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കുംഭമേളയുടെ, അതായത് മഹാകുംഭമേളയുടെ പ്രത്യേകത. നിത്യസ്നാനേനാഭി ബൗദ്ധായനീയ സ്നാനാത് ഖേടോക്തൌഷധ സ്നാനദശ്ച തീർത്ഥസ്നാനോച്ചോ പരാഗ്യവ്യതീപ താദേശു സ്യാദ് പീഡനം ന ഗ്രഹാണാം, അതായത് ഗ്രഹഗോചരങ്ങൾ പിഴയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന പീഡനം, അതായത് ജനങ്ങൾക്കുണ്ടാകുന്ന മഹാപീഡകൾ, ഭൂമിക്കുണ്ടാകുന്ന മഹാപീഡകൾ, ഇവയൊക്കെ മാറാൻ തീർത്ഥസ്നാനം അതിവിശേഷമായി പറയുന്നു. ഭാരതത്തിന്റെ ഇട, പിംഗള, സുഷുമ്ന എന്നീ നാഡികളാണ് ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ. ഈ പുണ്യ നദികളുടെ സംഗമസ്ഥാനമാണ് പ്രയാഗ്രാജ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യസ്ഥലത്തെ പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമായിട്ടുള്ള വൈശേഷ്യങ്ങൾ ഈ കുംഭമേളയ്ക്കുണ്ട്. കുംഭമേളയുടെ വൈശേഷ്യങ്ങൾ എത്രയെത്ര പറഞ്ഞാലും തീരില്ല. കുംഭമേളയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നവർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അവിടെ പോകാൻ സാധിക്കുന്നവരൊക്കെ അതിന് പങ്കെടുക്കുക. പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഭാഗ്യവാന്മാരാണ്. അതിവിശേഷമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പരിവർത്തനം അവർക്ക് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ മഹാകുംഭമേള. ഇനി ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ തീരെ സാധിക്കാത്തവർ എല്ലാ ദിവസവും ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യസ്ഥലികളിൽ ഈ പ്രയാഗ്രാജിൽ സ്നാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തീർത്ഥ മന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് സ്നാനം ചെയ്യുക, നിത്യം സ്നാനം ചെയ്യുക. ഗംഗയെ യമുനയെ ചെയ്യുക, ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി ജലൈസ്മിൻ സന്നിധിം കുരു എന്ന മന്ത്രത്തെ കൈക്കുമ്പിളിൽ ജലമെടുത്തുകൊണ്ട് ജപിച്ച് ശിരസ് വഴി തീർത്ഥമായിട്ട് സങ്കല്പിച്ച് സ്നാനം ചെയ്യുക. ഈ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത് ചെയ്യുക. അതിന്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ദേവന്മാരെയും ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും സന്യാസി വര്യന്മാരെയും ഒക്കെ ബഹുമാനിക്കുക. അവരുടെ വാക്കുകൾ അനുസരിക്കുക. ഒന്നിനെയും ദ്വേഷിക്കാതിരിക്കുക. അതോടൊപ്പം സദാശിവ സമാരംഭം ശങ്കരാചാര്യ വന്ദിതാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര എന്ന മന്ത്രത്തെ കൂടി നിത്യം ജപിക്കുക. പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും, പോകാൻ സാധിക്കാത്തവർക്ക് ഇപ്രകാരവും കുംഭമേളയുടെ പ്രാധാന്യത്തെ നുകരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്ന് മാത്രം. എല്ലാവർക്കും മഹാകുംഭമേള ആശംസകൾ. എല്ലാവർക്കും ഈ നൂറ്റാണ്ടിന്റെ പുണ്യം നേടാനാകട്ടെ, മോക്ഷപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.